ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസ് ആണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് പഠിക്കാനായിട്ട് അത്യാവശ്യം നല്ല സമയമുണ്ട്. ആരും സമയം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എല്ലാ തിരക്കുകളും ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്തായാലും പഠിക്കാനായിട്ട് തന്നെ ഉപയോഗിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാം കഴിയാനായിട്ട്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പം ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് പൊളിറ്റിക്കൽ സയൻസിലെ എല്ലാ ചാപ്റ്ററിലെയും, അതായത് ക്രിസ്മസ് എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്ററിലെയും എസ്സേ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ചാപ്റ്റർ വൈസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ്റെ വീഡിയോ ആണ് ഇത്. എല്ലാവരും കഴിഞ്ഞ നമ്മളെ ഹിസ്റ്ററിയിലും സോഷ്യോളജിയിലും ഒക്കെ ബാക്കി ചാപ്റ്റേഴ്സ് ഇല്ലേ എന്നൊക്കെ കമന്റ് ചോദിച്ചിരുന്നു. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ഉള്ള ചാപ്റ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും മിസ് ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ ക്വസ്റ്റ്യൻ വരാത്തത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനു മുന്നേ നമ്മുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമല്ല, എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു നോട്ട്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അത് വേണ്ടവർ ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ മിസ് അവിടെ അത് അയച്ചു തരാം. ബാക്കി സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ചെറിയൊരു ഫീസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, മിസ് എന്ത് ചെയ്യില്ല, നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി തന്നെ പഠിക്കാം. ഓക്കെ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടവർ ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 1, ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കണക്റ്റഡ് ആണ് എന്ത്, ഇയേഴ്സും. ഇയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഏതൊരു ടൈമിലാണ്, 1947, 1947. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ ഒരു കിടപ്പുള്ളത്. അത് നിങ്ങൾ ആദ്യം ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഉണ്ടാക്കണേ. അപ്പോൾ 1947 മുതലുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അങ്ങോട്ട്. അപ്പൊ അതിനൊരു ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ്, ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. അവിടെ നിന്നാണ് നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ആ സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ അതന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിഭജനത്തിന്റെ പ്രക്രിയയും അനന്തരഫലങ്ങളും വിശദീകരിക്കുക, പ്രോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. അതായത് നമ്മൾ രാഷ്ട്രം നിർമ്മിക്കാൻ പോവാണ്. ഇന്ത്യ എന്നുള്ളൊരു രാഷ്ട്രം എങ്ങനെ ഉണ്ടായി, അതിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ഒരു ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നത് അല്ലേ. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. ആ ഒരു വിഭജന സമയത്തുണ്ടായ കോൺസിക്വൻസസ്, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പ്രക്രിയ എങ്ങനെയാണ് നടന്നത്, ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് പബ്ലിക് എക്സാമിനും അത്രയും ഷുവർ ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്റെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും പരിശോധിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം എന്താണ്, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലെ. ഇന്ന് കാണുന്ന സംസ്ഥാനമാണോ, അല്ല, നാട്ടുരാജ്യങ്ങളായിരുന്നു. അതിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംയോജിപ്പിച്ചത്. ഈ നാട്ടുരാജ്യങ്ങളൊക്കെ യുണൈറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് എന്ത് നിർമ്മിക്കാൻ, സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങൾ നിർമ്മിക്കാനായിട്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നടന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെയൊക്കെ നോട്ട്സ് മിസ് പറഞ്ഞ ആ ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന PDF ഉണ്ട് കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ വിടരുത്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 2, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. ഇവിടെ എസ്സേ ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് വരില്ല, എങ്കിലും 5ഓ 6ഓ മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ, ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ അതിന്റെ എങ്ങനെയായിരുന്നു ടോട്ടൽ സീറ്റ്, അവർക്ക് കിട്ടിയ സീറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എഴുതേണ്ടതാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഡോമിനൻസിൽ അല്ലെങ്കിൽ മേധാവിത്വത്തിൽ എത്തിയത്. ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 3 ആണ് പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള പാഠഭാഗം. ഇതിൽ നിന്ന് എന്താണ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല കേട്ടോ. അപ്പൊ മിസ് പറഞ്ഞിരുന്നു, അതും കൂടെ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആണ് ഇതെന്ന്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെയുള്ളതാണ്.
കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും. എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 to 8 മാർക്കിനുള്ളിലാണ് കേട്ടോ മിസ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 6 ആണ് ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രതിസന്ധി. റീസൺസ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ 1975, 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെഡിങ് കൊടുത്ത് എസ് ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം, പോയിന്റ് എഴുതണമെങ്കിലും എഴുതാം. പക്ഷെ നിങ്ങൾ എസ് എഴുതിയിട്ട് പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് കുറച്ചും കൂടെ ആൻസേഴ്സ് അട്രാക്ഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നല്ലത്. ഒരുവിധം നമ്മൾ എസ് എഴുതുമ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. എന്തായാലും എസ് എഴുതി കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്തിടുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ആൻസേഴ്സിന്റെ വൃത്തി കൂട്ടും. നെക്സ്റ്റ് ചാപ്റ്റർ 7th ചാപ്റ്റർ ആണ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവം. ഈ ഒരു ചാപ്റ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അവിടെ നിന്ന് എസ് വരില്ല കേട്ടോ. അടുത്തതാണ് ചാപ്റ്റർ 8 ആണ് റീജിയണൽ ആസ്പിറേഷൻസ്, പ്രാദേശിക ഉത്കർഷേച്ഛകൾ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ വാരിയസ് റീജിയണൽ ഇഷ്യൂസ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ, വടക്കു കിഴക്കൻ മേഖലയിലെ വിവിധ പ്രാദേശിക പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും വിശദീകരിക്കുകയും ചെയ്യുക. ഡിമാൻഡ് ഫോർ ഓട്ടോണമി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഡിമാൻഡ് ഫോർ ഓട്ടോണമി, അതുപോലെ തന്നെ സക്സഷനിസ്റ്റ് മൂവ്മെന്റ്, അതൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ച് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പഞ്ചാബ് അക്കോർഡ്, പഞ്ചാബ് ഉടമ്പടി എന്താണ് എന്നുള്ളത്. ഓക്കെ, അതിന്റെ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അത് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിലും 3-4 മാർക്കിനൊക്കെ ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 9 ആണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക വികാസങ്ങൾ. ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമീപകാല സംഭവ വികാസങ്ങൾ പരിശോധിക്കുക. 5 കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് എങ്ങനെ എഴുതണം, അതായത് എസ് എ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് 3-4 മാർക്കിനൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 10 നോക്കാം. കോൾഡ് വാർ ഇറ, ശീതസമര കാലഘട്ടം. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് നമ്മൾ അതിൽ തന്നെ കമന്റ് ചെയ്തിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറഞ്ഞിട്ട് മിസ് അത് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് അതുപോലെ തന്നെ അത് വന്നിരുന്നു കേട്ടോ. അപ്പൊ സ്കൂളിൽ നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ പഠിക്കാതിരിക്കരുത്. എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. കാരണം എന്താന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുക. എൻഡ് ഓഫ് ബൈപോളാരിറ്റി ആണ്, ഇരുധ്രുവ ലോകത്തിന്റെ അന്ത്യം എന്നുള്ളത്. അതായത് USSR, എങ്ങനെയാണ് USSR തകർന്നത് എന്നുള്ളത്. അത് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്താണ് തകരാനുള്ള കാരണം? അവിടെ നിന്നിരുന്നത് 2 സൂപ്പർ പവേഴ്സ് നിന്നിരുന്നു. അതാണ് USA-യും USSR-ഉം. ആ ഒരു എന്താണ് അവർ തമ്മിലുള്ള ഒരു പവർ വാരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷനെ പറയുന്നതാണ് എന്ത്, കോൾഡ് വാർ ഇറ അല്ലെങ്കിൽ ശീതസമര കാലഘട്ടം. ഈ ചാപ്റ്റർ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ബേസ് കിട്ടിയാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നമ്മൾ എസ് എ ക്വസ്റ്റ്യനിലല്ല മറ്റു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ മിസ് പറയാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുധ്രുവ ലോകത്തിന്റെ അന്ത്യം. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് എസ് എ വരിക. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് കാരണമായ ഘടകങ്ങളെ കുറിച്ച് ഒരു ഉപന്യാസം എഴുതാനാണ്. അതായത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിസിന്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് അത് നിങ്ങൾ ഹെഡിങ് കൊടുത്ത് പാരഗ്രാഫ് ആക്കി എഴുതുക കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 12 ആണ് ദ US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്, അമേരിക്കൻ ആധിപത്യം ലോകരാഷ്ട്രീയത്തിൽ. ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 3 ഡിഫറെന്റ് നോഷൻ ഓഫ് US ഹെജിമണി, US മേധാവിത്വത്തിന്റെ 3 വ്യത്യസ്ത ആശയങ്ങൾ. അതായത് നമ്മൾ പവേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ഉള്ള പവേഴ്സ് ആണ് 3 എണ്ണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അത് പാരഗ്രാഫ് തിരിച്ചെഴുതുക ഹെഡിങ് കൊടുത്തിട്ട് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 13 ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ, അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് അനലൈസ് ദ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ചൈന ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ്ഡ് ടു ബിക്കം ആൻ ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ. അതായത് ചൈന സ്വീകരിച്ച വികസന തന്ത്രം വിശകലനം ചെയ്യുകയും ഒരു ബദൽ ശക്തി കേന്ദ്രമാകാൻ അത് എങ്ങനെ സഹായിച്ചു എന്ന് വിശദീകരിക്കുകയും ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൈനീസ് എക്കണോമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 14 ആണ് കണ്ടംപററി സൗത്ത് ഇന്ത്യ, സമകാലിക ദക്ഷിണേന്ത്യ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എസ് എ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ.
നെക്സ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെയാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അന്തർദേശീയ സംഘടനകൾ, എസ് ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലായല്ലോ. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റേഴ്സ് അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പിന്നെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ നോട്ട്സ് വേണേൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ചെറിയ ഫീസ് വരുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ബുക്കിന്റെ വലിപ്പം കണ്ടിട്ട് പഠിക്കാതിരിക്കരുത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. വേറെ എല്ലാ പരിപാടിയും നെക്സ്റ്റ് സൺഡേയിലോട്ട് മാറ്റി വെച്ച് ഈ ഒരു ആഴ്ച നിങ്ങൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഓക്കെ, താങ്ക് യു.